കോയമ്പത്തൂരും മുംബൈയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആരൊക്കെ ശ്രമിച്ചിട്ടും രോഹിത്തിനെയോ ഹരിശങ്കറിനെയോ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. ജാമ്യാപേക്ഷ തീർത്തു തള്ളി കോടതി അവർക്ക് 4 പേർക്കും 14 ദിവസത്തെ റിമാൻഡിന് സബ് ജയിലിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യും. കോടതിയിൽ നിന്ന് രോഹിത്തിന് ജാമ്യം കിട്ടില്ലെന്നറിഞ്ഞ അലീനക്ക് നിരാശ തോന്നി. ഗോവർദ്ധനിലൂടെയാണ് വിവരങ്ങൾ അറിഞ്ഞത്. വക്കീൽ കൈമലർത്തി. 14 ദിവസം കഴിഞ്ഞാലും ആ പെൺകുട്ടിയുടെ മൊഴി കിട്ടാതെ ഒരിക്കലും രോഹിത്തിനെ രക്ഷിക്കാനാവില്ല. 4 പേരും കൂടെ ചേർന്ന് ആ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു. എങ്ങനെ അവനെ മാത്രം നമുക്ക് രക്ഷിക്കാൻ കഴിയും? അവർ 4 പേരും പ്രതികളാണ്. എന്നാലും അങ്കിളെ, രോഹിത് ഒരിക്കലും ഒരു കാര്യം സ്വയം ചെയ്യാൻ കഴിയില്ല. അവൻ്റെ സ്വഭാവം വെച്ച് ഞാൻ അതാ മനസ്സിലാക്കിയത്. ഒന്നല്ലെങ്കിൽ അവൻ ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ അത് കാരണം അവൻ മദ്യപിച്ച് മറ്റെവിടെയെങ്കിലൊക്കെ ചുരുണ്ട് കൂടിയിട്ടുണ്ടാവും. ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ അവൻ ഉണ്ടായി കാണില്ല. അവൻ വീട്ടിൽ വന്നപ്പോഴും വളരെ മനസ്പ്രായത്തോടെയാണ് അവൻ ഇങ്ങോട്ട് വന്നത്. അവൻ്റെ അവസ്ഥ ഒന്ന് കാണായിരുന്നു. കൂടുതലേറെ മദ്യപിച്ച രീതിയിലാണ് രോഹിത്തിനെ ഞാൻ അന്ന് കണ്ടത്. പക്ഷേ അത് നമുക്കിങ്ങനെ പറയാനല്ലേ പറ്റുമോളെ? തെളിവുകളില്ല. അവൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നെന്ന് അവൻ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? 14 ദിവസം അത് കഴിഞ്ഞിട്ട് നോക്കാം. എന്തായാലും നല്ലൊരു വക്കീലിനെ ഒന്നും കൂടെ കണ്ടിട്ട് സംസാരിക്കാം. എന്നാലും രോഹിത്തിനെ ഒന്ന് സംസാരിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ സത്യാവസ്ഥ മനസ്സിലാക്കായിരുന്നു. അതിനെങ്ങനെ പറ്റും? രോഹിത്തിനെ കാണാൻ പോലും അവിടേക്ക് അടുപ്പിക്കുന്നില്ല. അവരുടെ ബന്ധുക്കരാരും അങ്ങോട്ട് വന്നാൽ പോലീസുകാരുടെ ചീത്തവിളികളും രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടെ ഇളകി നിൽക്കാൻ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ. പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ എല്ലാവരും അവളുടെ ഭാഗത്താണ്. 4 ചെറുപ്പക്കാരെ ഏത് നിമിഷവും ആരും എന്തും ചെയ്യുന്ന നിലയിലാണ് എന്ന് പറയുന്നുണ്ട്. ഇനി എങ്ങനെ രോഹിത്തിനോട് സംസാരിച്ച് ആ വിഷയം മനസ്സിലാക്കും? അലീന തലപുനകഞ്ഞ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ രേവതി കുട്ടിയുമായിട്ട് അവൾ സംസാരിക്കുകയാണ്. മോളെ, എനിക്കൊരു ഹെൽപ്പ് വേണം. അല്ല, എന്താ ചേച്ചി? മാമച്ചൻ അങ്കിളിനെ ആരെങ്കിലും പരിചയമുണ്ടോ? അവരുടെ ബന്ധുവോ കുടുംബക്കാരോ ആരെങ്കിലും? DYSPയോ പോലീസ് ഓഫീസറോ ആരെങ്കിലുമൊക്കെ ആണോ? എന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? അല്ല, രോഹിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതല്ലേ. ഇതുവരെ ആർക്കൊന്ന് കാണാനോ രോഹിത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനോ കഴിഞ്ഞിട്ടില്ല. അതെന്തിനാ അറിയണ ചേച്ചി? 4 പേരും കൂടെയല്ലേ ആ പെൺകുട്ടിയെ അത്രയും ക്രൂരമായിട്ട് ഉപദ്രവിച്ചത്. മോളെ, എങ്ങനെ എനിക്ക് അവനെ തള്ളിക്കളയാൻ പറ്റും? ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ല. രോഹിത്തിൻ്റെ സ്വഭാവം വെച്ച് അവൻക്ക് ഒരാളും ഒന്നും സ്വയം ചെയ്യാനുള്ള കഴിവില്ല. അത് ഉറപ്പാണ്. അവനെ ഹരി എന്തൊക്കെയോ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയതാണ്. പക്ഷേ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ അവൻ കൂട്ടു നിന്നിട്ടുണ്ടാവില്ല. അവനെപ്പോലെ ഭയമുള്ളവൻ വേറെ ആരും ഉണ്ടാവില്ല. എനിക്കറിയില്ലേ അവനെ. പക്ഷേ ഇതൊക്കെ ചേച്ചിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. പോലീസുകാർ ഒരിക്കലും ഇതൊന്നും ബോധ്യപ്പെടുത്തില്ല. അതെ, പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും അവനോടൊന്ന് സംസാരിക്കണം മോളെ. ആ ഒരു വിഷമത്തിലാണ് ചേച്ചി. അവിടെ ആർക്കും അതിന് കഴിഞ്ഞില്ലേ? ഇല്ല, ഇവിടെ അച്ഛന് വയ്യെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഗോവർദ്ധനെങ്കിൽ പരമാവധി ശ്രമിച്ചു. മനിയോട്ടനെ പോലും ആ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നില്ല പോലീസ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാനൊന്ന് അങ്കിളുമായിട്ട് ആലോചിക്കട്ടെ. അങ്ങനെ മാമച്ചനോടും ഗ്രേസാമ്മയോടും ഈ കാര്യം പറയുമ്പോൾ ഗ്രേസാമ്മ പറയും, അതെങ്ങനെ? ഇതൊരു നാട്യക്കേസല്ലേ, ഇതിലെങ്ങനെ ഇടപെടും? 4 ചെറുപ്പക്കാരാ ഒരു പെൺകുട്ടിയെ പിച്ചി ചീന്തിയത്. എന്നാലും അങ്കിളെ, അലീന ചേച്ചിയുടെ ആങ്ങളെയല്ലേ. രോഹിത് ഒരു തെറ്റും ചെയ്യില്ലെന്ന ആ ഹരിശങ്കര അയാളെ എല്ലാ നാശത്തിനും കുഴപ്പത്തിലും കൊണ്ടുപോയി ചാടിക്കുന്നത്. അയാൾ പറഞ്ഞുകൊണ്ടായിരിക്കും അവൻ പോയിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? അല്ല മാമച്ചായ, അലീനെ നമുക്ക് അറിയില്ലേ, അവളുടെ വിഷമം അറിയാം. മാമച്ചായൻ്റെ ഒരു റിലേറ്റീവ് ഇല്ലേ, ആ ഒരു DYSP. എന്തായാലും അവരുമായിട്ട് ഒന്ന് സംസാരിക്കും പ്ലീസ്. അങ്ങനെ ഒരു വിധത്തിൽ മാമച്ചൻ അയാളുമായിട്ട് സംസാരിക്കാൻ തയ്യാറാവാനും അയാളോട് ഇങ്ങനെ ഈ കൂട്ടബലാത്സംഗത്തിന് ഇരയായ ഒരാളുമായിട്ട് സംസാരിക്കണം. അയാൾ ആ അംഗത്തിൽ പെട്ടിട്ടില്ലെന്ന കാര്യം പറയുമ്പോൾ അയാളങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് മാമച്ചനോട്. എങ്ങനെ ഇതൊക്കെ നാട്യ കേസാവും? മാമച്ചൻ അങ്കിളിന് എന്താ പറ്റിയത്? അങ്ങനെ മാമച്ചൻ പറയും, തെറ്റ് ചെയ്യാത്തവൻ നിരപരാധിയാണെങ്കിൽ വെറുതെ ആ ചെറുപ്പക്കാരൻ്റെ ഭാവി പോലും നമ്മൾ ഇല്ലാതാക്കണോ? തെറ്റ് ചെയ്യാത്തവൻ രക്ഷപ്പെടുന്നതല്ലേ നല്ലത്. വെറുതെ ഒരു നിരപരാധിയെ ശിക്ഷിക്കേണ്ടല്ലോ. ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി രോഹിത്തുമായിട്ട് എന്ന് പറയുന്നുണ്ട്. ശരി, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് DYSP ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. മാമച്ചൻ പറഞ്ഞ പ്രകാരം രോഹിത്തിനെ ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത ക്യാമ്പിലേക്ക് അയാൾ പോവാണ്. രോഹിത്തായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് രോഹിത്തിനോട് ചോദിക്കും, അന്ന് എന്താണ് സംഭവിച്ചത്? സത്യം മാത്രമേ പറയാവൂ. രോഹിത്ത് ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ രോഹിത്ത് ആ ഒരു നീചപ്രവൃത്തി ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസമല്ല, നിൻ്റെ ചേച്ചിയുടെ വിശ്വാസം. അതുപ്രകാരം ഞാൻ ഇങ്ങോട്ട് വന്നത്. അലീനയാണ് ഇയാളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന് അറിഞ്ഞപ്പോൾ രോഹിത്തിന് വല്ലാതെ വിഷമം തോന്നി. അങ്ങനെ അന്നുണ്ടായ സംഭവങ്ങളെല്ലാം രോഹിത്ത് അയാളോട് തുറന്ന് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നത് ശരി തന്നെ. പിന്നെന്തിനാ താൻ പോലീസിനെ സമ്മതിച്ചത്?
എങ്ങനെ സമ്മതിക്കാതിരിക്കും? അവരെന്നെ അത്രയും ഉപദ്രവിച്ചു. ഒടുവിൽ ഞാൻ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ മനഭംഗപ്പെടുത്താൻ ഞാനും ഉണ്ടായിരുന്നെന്ന് എനിക്ക് സമ്മതിക്കേണ്ടി വന്നു എന്ന് രോഹിത് പറയുന്നുണ്ട്. ശരി, എന്തായാലും നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, നിനക്ക് രക്ഷപ്പെടാം. എന്തെങ്കിലും ഒരു വഴി ദൈവം നിനക്കായി തരും. നിന്റെ ചേച്ചിയാ ഇതിനെല്ലാം കാരണം. എന്നെ ഇവിടെ വരുത്തിയതും നിന്നോട് സംസാരിക്കണം അവൾക്ക് സംശയമുണ്ടായിരുന്നു. രോഹിത് ഒരിക്കലും സ്വയം ഒന്നും ചെയ്യില്ലെന്ന കാര്യം ആ സംശയത്തിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഡിവൈഎസ്പി മാന്യമായിട്ട് തന്നെയാണ് രോഹിത്തിനോട് സംസാരിച്ചതും അവിടുന്ന് പോയതും. അതിനുശേഷം രോഹിത്തിൻ്റെ വീട്ടിലേക്ക് ഈ ഡിവൈഎസ്പിയും മാമച്ചൻ അങ്കിളും കൂടെ ചെല്ലുന്നുണ്ട്. പുറത്ത് കാർ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ മാമച്ചനെയും ഡിവൈഎസ്പിയും കാണുമ്പോൾ ബാലചന്ദ്രന് സംശയത്തോടെ കൃഷ്ണമ്മോട് ചോദിക്കുക, ആരാ വന്നത്? അതെ, രേവതിക്കുട്ടിൻ്റെ അങ്കിളാ. അവരുടെ ഒരു റിലേറ്റീവാണ് ആ പോലീസ് ഓഫീസർ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരികയാണ്. ബാലചന്ദ്രമേനോന് മാമച്ചനെ അഭിമുഖീകരിക്കാൻ സങ്കേതം തോന്നി. പഴയ ബാലചന്ദ്രമേനോനല്ല താനെന്ന് അയാൾക്കറിയാം. നാട് മുഴുവൻ അറിഞ്ഞ ഒരു ബലാത്സംഗ കേസിലെ പ്രതിയുടെ അച്ഛനാണ്. മാമച്ചൻ അയാളുടെ മുമ്പിലെത്തി. ആ മാമച്ചൻ കൈനീട്ടിയപ്പോൾ അയാളൊന്നരച്ചു. ഷെയ്ക്കാൻഡ് നൽകുമ്പോൾ അയാളുടെ മുഖം താണു. ഇത് ജോബിച്ചയൻ, MG യൂണിവേഴ്സിറ്റിയിലെ ജോലി. ഞങ്ങൾ ബന്ധുക്കളാണ്. ബാലചന്ദ്രമേനോൻ ജോബിച്ചന് ഷെയ്ക്കാൻഡ് നൽകി. അനന്തരം അവരെ ലേബിൽ ഇരിപ്പിടങ്ങളിലേക്ക് ഇരുത്തി. മേനോൻ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു അല്ലേ? ഒരു വിഷയം തുറന്നു കിട്ടാൻ വേണ്ടി മാമച്ചൻ ചോദിച്ചു. അതെ, ബാലചന്ദ്രൻ അവരുടെ മുഖത്തേക്ക് നോക്കി. അതിനുശേഷം മാമച്ചൻ തൻ്റെ കൂടെ വന്ന ജോബിനെ പരിചയപ്പെടുത്തി. ഇത് ഡിവൈഎസ്പിയാണ് അലീന. ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. രോഹിത്തിനെ പോലീസ് ക്യാമ്പിൽ ചെന്ന് കാണാൻ വേണ്ടി രോഹിത്തുമായിട്ട് സംസാരിച്ചു. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവിടേക്ക് ഹരിശങ്കറിൻ്റെ കൂടെ പോയത് ശരി തന്നെ. പക്ഷേ അതെല്ലാം കണ്ടപ്പോൾ, അവരുടെ കാട്ടിക്കുഴി കണ്ടപ്പോൾ അവൻ്റെ കൈയും കാലും വിറച്ചു. അവൻ ഒന്നിലേറെ മദ്യപിച്ചിരുന്നു. മറ്റൊരു തെറ്റും അവൻ ചെയ്തിട്ടില്ല. ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല. ഇത് കേട്ടതും ബാലചന്ദ്രന് വല്ലാതെ ആശ്വാസം തോന്നി. അവരോട് നന്ദി പറഞ്ഞു മാമച്ചനും ജോബിനും കൂടെ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ അലീന അവർക്കരികിലേക്ക് വരുന്നുണ്ട്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇതിനൊക്കെ നന്ദി പറയാനിരുന്നാലോ? ഒരു നിരപരാധി രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ, ആ കുട്ടിയുടെ ഭാവി നന്നാവണ്ടേ എന്ന് ചോദിച്ച് രണ്ടുപേരും കൂടെ യാത്ര പറഞ്ഞു പോവാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ അലീന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താ മോളെ ചെയ്യേണ്ടത്? അവനെ രക്ഷിക്കേണ്ടേ? അച്ഛൻ മുറിയിൽ ചെന്ന് കിടക്കും. ഇങ്ങനെ നടക്കാൻ പോലും പാടില്ല. എനിക്കിനി അടങ്ങിയിരിക്കാൻ പറ്റുമോ? അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടേ? ശാന്തമായിട്ടാണ് ആലോചിച്ചിട്ട് ഒരു വഴി കണ്ടുപിടിക്കാം. വെറുതെ മനസ്സ് വിഷമിച്ചിട്ടെന്താ കാര്യം? അലീന അയാളെ മുറിയിൽ കൊണ്ടുചെന്ന് കിടത്തി. നിനക്കെങ്ങനെ തോന്നി മോളെ അവരെ കൊണ്ട് ഇങ്ങനെ അന്വേഷിപ്പിക്കാൻ? രോഹിത്തിൻ്റെ സ്വഭാവം നമുക്കറിയില്ല അച്ഛാ. ഹരിശങ്കറ ഇതിൻ്റെ പുറകിലുള്ളതെന്ന് എനിക്കുറപ്പായിരുന്നു. രോഹിത്തിന് ഈ പറയുന്ന ധൈര്യമൊന്നും ഇല്ല. SPയെ പരിചയമുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ട്. ആ വഴിക്കൊന്ന് നോക്കിയാലോ? നിന്നെ അന്ന് ശിവേടൻ മറ്റും കോയഞ്ചേരിക്ക് കടത്തിക്കൊണ്ടുപോയപ്പോൾ SPയെ വിളിച്ച് പറഞ്ഞിട്ട് പെട്ടെന്നൊരു പരിഹാരമുണ്ടായത്. അച്ഛൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ മതി. ഇത്തരം കാര്യങ്ങളെങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത്? ചെന്ന് കാണണം. ഞാൻ അവിടെ വരെ ഒന്ന് പോകാം. ഇന്ന് വേണ്ട അച്ഛാ. അച്ഛൻ ഒരു ദിവസം കൂടി വിശ്രമിക്ക്. എൻ്റെ മനസ്സ് നേരെ നിൽക്കേണ്ടേ? ബാലചന്ദ്രമേനോൻ അപ്പോൾ തന്നെ ഫോണെടുത്ത് തൻ്റെ സ്നേഹിതനുമായി സംസാരിച്ചു. അങ്ങോട്ട് ചെല്ലുകയാണെന്ന് അറിയിച്ചു. അച്ഛൻ ഇവിടുത്തെ കാറിൽ പോണ്ട, ഒരു ടാക്സി പിടിച്ചു പോയാൽ മതി. അതെന്തിനാ? അച്ഛനെ ആരും തിരിച്ചറിയേണ്ട, അതാണ് നല്ലതെന്ന് ബാലചന്ദ്രമേനോന് മനസ്സിലായി. തൻ്റെ കാറ് പരിചയമുള്ള ഒട്ടനവധി ആളുകൾ ടൗണിലുണ്ട്. ബാലചന്ദ്രമേനോൻ ഗോവർദ്ധനെ ഫോണിൽ വിളിച്ച് ഒരു ടാക്സി ഏർപ്പാടാക്കി. ടാക്സി എടുത്തപ്പോഴേക്കും അയാൾ വേഷം മാറി പോകാനൊരുങ്ങി സിറ്റൗട്ടിലേക്ക് വന്നു നിന്നു. പോകാൻ നേരം അലീന പ്രത്യേകം ഓർമ്മിച്ചിട്ട്, ഒരു വഴി അടഞ്ഞാലും അച്ഛൻ വിഷമിക്കരുത്, പകരം വേറെ 100 വഴികളുണ്ടാവും കേട്ടോ. ബാലചന്ദ്രമേനോൻ അറിയാം തൻ്റെ ഈ ദൗത്യം നിഷ്ഫലമായി തീരുമെന്ന്. താൻ തളരാതിരിക്കാൻ വേണ്ടി ധൈര്യം പകരുകയാണെന്ന്. ബാലചന്ദ്രമേനോൻ പോയിക്കഴിഞ്ഞ് അലീന കൃഷ്ണജയും കൂട്ടി ബബിതയുടെ മുറിയിലെത്തി. വാതിൽ ചാരിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബബിത മേശമേൽ തലവെച്ച് കിടക്കുകയായിരുന്നു. അലീന മുറിയിലേക്ക് കയറി വന്നതും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൾ എതിർപ്പൊന്നും കാണിച്ചില്ല. രോഹിത്തിനെ സംബന്ധിച്ച് താനറിഞ്ഞ വിവരങ്ങൾ അലീന ബബിതയോടും കൃഷ്ണജയും അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു, രോഹിത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇനി നമുക്ക് ആശ്വസിക്കാം. അത് പറയാനാ ഞാൻ വന്നത്. അലീന മുറിവിട്ടു പോയി. കൃഷ്ണജിയാണ് ബാക്കി കാര്യങ്ങൾ ബബിതയോട് വിശദീകരിച്ചത്. ഒരു റിലേറ്റീവ് വഴി അലീന ചേച്ചി അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളാ. ബബിത ഒന്നും മിണ്ടിയില്ല. ബബിതേച്ചി ഇനിയെങ്കിലും അലീന ചേച്ചിയെ ഒരു ശത്രുവായിട്ട് കാണരുത്. രോഹിയേട്ടൻ എന്തുമാത്രം ദ്രോഹിച്ചതാ അലീന ചേച്ചിയെ. എന്നിട്ടൊരാപത്ത് വന്നപ്പോൾ രോഹിയേട്ടനെ ഈ കുടുംബത്തിനും രക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ട് അലീന ചേച്ചി. ബബിത വെറുതെ മേശപ്പുറത്തെ മഷിപ്പാടുകളിലേക്ക് നോക്കിയിരുന്നു. ബാലചന്ദ്രമേനോൻ തിരിച്ചു വന്നപ്പോൾ രാത്രി 9:30 മണി കഴിഞ്ഞു. അയാളുടെ മുഖം കണ്ടപ്പോൾ അലീനക്ക് കാര്യം മനസ്സിലായി. പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല.
ബാലചന്ദ്ര മേനോൻ അത്താഴം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൾ നിർബന്ധിച്ച് അല്പം കഴിപ്പിച്ചു. കഴിക്കാനുള്ള മരുന്നുകളും എടുത്തു കൊടുത്തു. അച്ഛൻ പോയ കാര്യമൊന്നും നടന്നില്ല അല്ലേ? എസ് പിക്കൊന്നും ചെയ്യാനില്ലെന്നാ പറയുന്നേ. പ്രതിയെ മർദ്ദിച്ചതെന്ന് പറയാം, അത്ര തന്നെ. സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ പറയാമല്ലോ. ഞാൻ കുറ്റവാളിയല്ല എന്ന് പ്രതി നൽകിയ മൊഴി ആരെങ്കിലും മുഖവിലക്കെടുക്കോ? കുറ്റം ചെയ്തവനും ചെയ്യാത്തവനും അത് തന്നെയല്ലേ പറയൂ. പിന്നെ ഒരു വഴിയുള്ളത് കോടതിയിൽ ചെല്ലുമ്പോൾ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരിക എന്നത് മാത്രമാ. ആ വിഷമവൃത്തത്തിൽ നിന്ന് പുറത്തു വരാൻ ഒരു വഴി കാണാതെ അലീന ചിന്തക്കുഴപ്പത്തിലായി. എനിക്ക് നല്ല പരിചയമുള്ള 1-2 രാഷ്ട്രീയക്കാരുണ്ട്. ഞാൻ നാളെ അവരെ കണ്ട് സംസാരിച്ചു നോക്കട്ടെ. ബാലചന്ദ്രമേനോൻ അവരെ സമാധാനിപ്പിക്കാനെന്ന പോലെ പറഞ്ഞു. ചില രാഷ്ട്രീയ നേതാക്കളെ കൂട്ടിപ്പിടിച്ച് പ്രതികളെ രക്ഷിക്കാനും കേസിന് തെളിവുകൾ നശിപ്പിക്കാനും പരീക്ഷണങ്ങൾ അണിയർ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് മറ്റൊരു പത്ര റിപ്പോർട്ടിൽ ചെയ്തിരുന്നു. അത് ഏറെക്കുറെ സത്യവുമായിരുന്നു. ശിവശങ്കര മേനോനും കൂട്ടരും ഹരിശങ്കറെ രക്ഷിക്കാൻ വേണ്ടി എന്തിനും സന്നദ്ധരായി അധികാരത്തോടെ മണ്ഡപത്തെയും ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. രാവിലെ ടാക്സി വിളിച്ച് അതിൽ പുറപ്പെടാൻ നേരം ബാലചന്ദ്രൻ അലീനോട് പറഞ്ഞു, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ശിവേട്ടനും മറ്റും ഹരിശങ്കറിന് വേണ്ടി 18 അടവും പയറ്റി പരാജയപ്പെട്ടിടത്തേക്കാണ് ഞാൻ ചെല്ലുന്നത്. ഹരിശങ്കറിനെ പോലെയല്ലല്ലോ അച്ഛാ രോഹിത്. ഹരിശങ്കറിന്റെ അച്ഛൻ കുറ്റം ചെയ്ത മകന് വേണ്ടിയാ ഓടി നടക്കുന്നത്. അച്ഛൻ എങ്ങനെയല്ല തെറ്റ് ചെയ്യാത്ത മകന് വേണ്ടിയാ. അതാണ് ബാലചന്ദ്രമേനോൻ ഒരാശ്വാസം. അയാൾ ടാക്സിയിൽ കയറി യാത്രയായി. ബാലചന്ദ്രമേനോൻ ആദ്യം കണ്ടത് തനിക്ക് സുപരിചിതനായ ഒരു പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയുടെ ഗ്രൂപ്പ് നേതാവുമായ PM ജോർജിനെയാണ്. വിവരങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞ അയാൾ കൈമലർത്തി. ശരിയായിരിക്കാം, നിങ്ങളുടെ മകൻ ഒരുപക്ഷെ നിരപരാധിയായിരിക്കാം. പക്ഷെ ഞാനിപ്പോൾ ആ സത്യം തെളിയിക്കാൻ മുന്നോട്ടിറങ്ങിയാൽ നാളെ പത്രക്കാർ അതും കൊട്ടിയാഘോഷിക്കും. നാറിയാൽ അടിമുടി നാറിപ്പോവുക തന്നെ. നിങ്ങളുടെ മകൻ ഒരാളെ കൊന്നിട്ട് വരട്ടെ, ഞാൻ നോക്കാം. അങ്ങനെ ബാലചന്ദ്രൻ കണ്ടവരെല്ലാം ബാലചന്ദ്രന് നേരെ കൈമലർത്തി. അവർക്കാർക്കും ഒന്നും ചെയ്യാൻ വയ്യ. ഇനി എന്ത് എന്ന ചോദ്യം ബാലചന്ദ്രന്റെ മനസ്സിലുണ്ട്. തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ ബാലചന്ദ്രൻ ആകെ തകർന്ന മട്ടിലായിരുന്നു. അലീനക്ക് മനസ്സിലായി ഒട്ടും പ്രതീക്ഷ വകയില്ലെന്ന്. ഇനി എന്ത് എന്ന ചോദ്യചിഹ്നം അവളുടെ മുമ്പിലുണ്ട്. എന്നാലും അലീന ബാലചന്ദ്രനെ ആശ്വസിപ്പിച്ചു. അച്ഛൻ വിഷമിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. നമുക്ക് മറ്റെന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കാം. അലീന ആശ്വസിപ്പിച്ചു. അടുത്ത ദിവസം അയാൾ ബാലചന്ദ്രനെ സമീപിച്ചു. DYSP മധുസൂദരനെ കാണാൻ അനുവാദം ചോദിച്ചു. അതുകൊണ്ടെന്താ ഗുണം? ബാലചന്ദ്രമേനോൻ ആശ്ചര്യപ്പെട്ടു. നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അത് പോലീസിനോട് ചോദിക്കുന്നതിനേക്കാൾ വക്കീലിനോട് ചോദിക്കുന്നതല്ലേ നല്ലത്? വക്കീൽ എന്ത് പറയും? നമുക്ക് കോടതിയിൽ പോയി വാദിച്ച് ജയിക്കാം, ജാമ്യത്തിന് ശ്രമിക്കാം എന്നൊക്കെയല്ലേ പറയൂ. അതല്ലാതെ എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കാം. ബാലചന്ദ്രമേനോൻ അതത്ര തൃപ്തിയായി തോന്നിയില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാം അച്ഛാ, വേറൊന്നും നമുക്ക് നഷ്ടപ്പെടാനില്ലല്ലോ. നീ തനിച്ചു പോകാനോ? അത് സാരമില്ല, ഞാൻ പൊയ്ക്കോളാം മോളെ. അവർ നിന്നോട് പൗരുഷമായി പെരുമാറിയേക്കും. ഇല്ല അച്ഛാ, ഞാൻ പോയിട്ട് വരാം. മേനോൻ പിന്നെ എതിർത്തില്ല. അലീന ഒരു ഓട്ടോറിക്ഷ പിടിച്ച് DYSPയുടെ ഓഫീസിലേക്ക് എത്തി. ഓഫീസിലുണ്ടായിരുന്ന ഒരു ഹെഡ് കോൺസ്റ്റബിൾ സമീപിച്ച് അവൾ തൻ്റെ ആഗമന ഉദ്ദേശം വെളിപ്പെടുത്തി. കുട്ടി ഏതാ? എവിടുന്ന് വരികയാ? ഒരു കാര്യം പറയാനാ. പരാതിയാണെങ്കിൽ താഴെ സർക്കിൾ ഓഫീസിലോ SIയുടെ അദ്ദേഹത്തിൻ്റെ കയ്യിലോ കൊടുത്താൽ മതി. പരാതിയല്ല, മറ്റൊരാവശ്യത്തിൻ്റെ കാര്യത്തിലാ. അലീന പറഞ്ഞു. ഇവിടെ നില്ല്, സാറൽപ്പം തിരക്കില്ല, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ആ കോൺസ്റ്റബിൾ DYSPയുടെ ഓഫീസ് റൂമിലേക്ക് ചെന്നു. ഒരു പെൺകുട്ടി കാണാൻ വന്നിട്ടുണ്ടെന്ന് അറിയിച്ചു. പെൺകുട്ടിയോ? എന്തിന്? DYSP മധുസൂദരൻ വിസ്മയിച്ചു. സാറിനെ കാണണമെന്ന് പറയുന്നു. എന്തോ ആവശ്യമാണെന്നാ പറഞ്ഞത്. വരാൻ പറ. HC ചെന്ന് അലീനയെ വിളിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറിയിലെത്തിയ ശേഷം അയാൾ അവളെ നോക്കി. DYSP ആശ്ചര്യത്തോടെ അവളെ നോക്കി. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. സാർ, ജോബിച്ചൻ മാമച്ചൻ്റെങ്കിലും കൂടി വന്നിട്ടുണ്ട്. അലീന മുഴുവനാക്കുന്നതിന് മുമ്പേ മധുസൂദരന് കയറി പറഞ്ഞ. ഓ, മനസ്സിലായി, എൻ്റെ ഒരു മറവി. ഇയാൾ എന്തിനാ ഇപ്പോഴിങ്ങോട്ട് വന്നത്? വീണ്ടും പോലീസ് ഉപദ്രവിച്ചോ? ഇല്ല സാർ, സാറിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാ വന്നത്. കേസിൻ്റെ കാര്യമാണോ? ജോബിച്ചനെയും കൂട്ടി കഴിഞ്ഞ ദിവസം ആ റിട്ടയർഡ് മേജർ വന്നിരുന്നു. ഞാൻ സത്യാവസ്ഥകൾ തുറന്നു പറഞ്ഞിരുന്നല്ലോ. സാർ, എനിക്ക് സാറിൻ്റെ ഒരു ഉപദേശം വേണം. എൻ്റെ ഉപദേശമോ? അത് കൊള്ളാമല്ലോടോ, താൻ അങ്ങോട്ട് ഇരിക്ക്. മധുസൂദരൻ കസേര ചൂണ്ടിക്കാട്ടി. അലീന മടിയൊന്നും കൂടാതെ ഇരുന്നു. അലീന എന്നല്ലേ പേര്? അതെ, എന്താ അറിയേണ്ടത്? സാർ, രോഹിത് നിരപരാധിയാണെന്ന് സാർ പറഞ്ഞല്ലോ. ജോബിച്ചനോ അങ്കിളിനോടും പോലീസ് പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരമാണത്. സത്യമായിരിക്കണമെന്നില്ല. സത്യമാണെന്ന് സാറിന് തോന്നിയത് കൊണ്ടാണല്ലോ സാർ പറഞ്ഞത്. വളരെ കോൺഫിഡൻഷ്യലായിട്ടാണ് ഒരു കാര്യമാണ് ഞാൻ അവരെ അറിയിച്ചത്. അതും ചില പ്രത്യേക പരിഗണനകൾ ഉള്ളതുകൊണ്ട് മാത്രം. സാർ, ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഒരാൾ നിരപരാധിയാണെന്ന് സത്യം പോലീസ് അറിഞ്ഞാൽ അത് പുറത്തറിയിക്കാതിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 4 പേരെ പിടികൂടിയിട്ട് അതിലൊരാൾ നിരപരാധിയാണെങ്കിൽ അക്കാര്യം എല്ലാവരെയും അറിയിക്കേണ്ട നിരപരാധിക്ക് നീതി കിട്ടേണ്ടേ സാർ?
ഡിവൈഎസ്പി മധുസൂദനൻ ദേഷ്യം വന്നുവെങ്കിലും അത് മറച്ച് ചെറിയ ചിരിയോടെ പറഞ്ഞു, നിരപരാധിക്ക് നീതി കിട്ടണമെങ്കിൽ കോടതിയിൽ പോകണം. കോടതിയിൽ പോയി നീതി വാങ്ങി വരുമ്പോഴേക്കും ഒരാളുടെ അഭിമാനവും സമ്പത്തും സൽപ്പേരും കുടുംബവും എല്ലാം തകർന്നു പോവില്ലേ സർ? അതെല്ലാം വീണ്ടെടുക്കാം നിരപരാധി പിന്നെ എവിടെ ചെല്ലണം? ആരെ സമീപിക്കണം? ഡിവൈഎസ്പി മധുസൂദനന്റെ മുഖം ചുവന്നു. ഒരു ഗെറ്റ് ഔട്ട് പറഞ്ഞാൽ ഇറങ്ങിപ്പോകാനുള്ളതേയുള്ളൂ ഈ പെണ്ണ്. പക്ഷേ അവളെ തന്നെ ചോദ്യം ചെയ്യുകയല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അവളുടെ വാക്കുകളിലെ ആത്മാർത്ഥതയും മുഖത്ത് കണ്ട വേദനയും കണ്ണുകളിലെ ശാന്തതയും നിഷ്ഠാർത്ഥിയും വ്യക്തമായിരുന്നു. എങ്കിലും പൗരുഷം മറക്കാതെയാണ് അയാൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ അത് നടക്കൂ. നിരപരാധിയാണെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ടാൽ കോടതി നിരപരാധിയെന്ന് തെളിയിക്കപ്പെടുന്നതുവരെ ഒരു കുറ്റവാളി അനുഭവിക്കേണ്ട എല്ലാ ശാരീരികവും മാനസികമായ പീഡനങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അങ്ങനെയാണ് നിയമവ്യവസ്ഥ. 100 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും അലീന മുഴുവനാകുന്നതിന് മുമ്പേ മധുസൂദനൻ ഇടപെട്ടു. ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നാണല്ലോ നിയമം. ആ പഴുതിലുള്ള ധാരാളം കുറ്റവാളികൾ രക്ഷപ്പെടുന്നുമുണ്ട്. നിരപരാധികൾക്കു വേണ്ടി ഇനിയും ആനുകൂല്യങ്ങൾ അനുവദിച്ചാലും അതെല്ലാം കുറ്റവാളികളുടെ ദുരുപയോഗപ്പെടുത്തും. സാർ, പോലീസ് വിചാരിച്ചാലും നിരപരാധികൾക്കു വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ കഴിയില്ലേ? കുറ്റവാളികളെ പിടികൂടാൻ വേണ്ടി മാത്രമല്ലല്ലോ പോലീസ്, നിരപരാധിയെ രക്ഷിക്കാൻ കൂടിയല്ലേ? പോലീസിന് പരിമിതികളുണ്ട്. ഇപ്പോൾ ഈ കേസ് തന്നെ എടുക്കാം. രോഹിത് എന്ന പ്രതി നിരപരാധിയാണെന്നിരിക്കട്ടെ. പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ പറഞ്ഞു നിരപരാധിയാണെന്ന വാദത്തിന് എന്തെങ്കിലും ഫലമുണ്ടോ? പ്രതികളുടെ മൊഴി വിശ്വസിച്ച് അത് സത്യമാണെങ്കിൽ അല്ലെങ്കിലും അതനുസരിച്ച് പ്രവർത്തിച്ചാൽ എന്തായിരിക്കും ഫലം? പ്രതികളുടെ ഭാഗം ചേർന്ന് പോലീസ് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണം വരും. പോലീസ് ദുഷ്ടപ്പേരല്ലേ? ആ പ്രതിസന്ധി അലീനയ്ക്കും ബോധ്യപ്പെട്ടു. ഞങ്ങളിനി എന്തു ചെയ്യും സാർ? എനിക്കറിയാൻ വയ്യ. അവൾ മിഴികൾ നിറഞ്ഞു വരുന്നതും മുഖത്തെ സങ്കടം വിതുമ്പുന്നതും അയാൾ കണ്ടു. നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ആ വീട്ടുകാരാണോ? അല്ല, ഞാൻ സ്വമേധനെ വന്നതാ. നീ ഇവിടുത്തെ ജോലിക്കാരി മാത്രമല്ലേ? നീ എന്തിനാ അവരുടെ പ്രശ്നങ്ങളിൽ തലയിടുന്നത്? ഞാൻ അവരെയെല്ലാം സ്നേഹിക്കുന്നുണ്ട്. അവളുടെ മിഴികൾ തുളുമ്പി. തൂവലുകൊണ്ട് പെട്ടെന്നത് തുടച്ചു. അവിടുത്തെ അച്ഛൻ ഹൃദയരോഗിയാ, അമ്മ ഹോസ്പിറ്റലിലാ, കുട്ടികൾ അപമാനം കാരണം സ്കൂളിൽ പോലും പോകുന്നില്ല. എനിക്കവരെ ഉപേക്ഷിച്ചു പോകാനും വയ്യ സാർ. എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. അവൾ അയാളെ നേർക്ക് കൈകൾ കൂപ്പി വിതുമ്പി. ഡിവൈഎസ്പി മധുസൂദനൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. മുറിയിലൂടെ 2 ചാൽ നടന്നു. അലീന കൈപ്പടം കൊണ്ട് തൻ്റെ തേങ്ങലുകൾ മറച്ചു പിടിച്ചു. ഒറ്റ വഴിയേ ഉള്ളൂ. ഡിവൈഎസ്പി അലിയുടെ നേർക്ക് തിരിഞ്ഞു. അലീന പെട്ടെന്ന് മുഖമുയർത്തി. ബലാകാരത്തിനിരയായ പെൺകുട്ടി മൊഴി നൽകണം. രോഹിത് കുറ്റക്കാരനല്ല എന്ന് ആ പെൺകുട്ടിയുടെ വിശദ മൊഴിയിൽ ഇതുവരെ എടുത്തിട്ടില്ല. അവൾ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിലായതുകൊണ്ടാണ്. അലീനയുടെ മുഖത്ത് ഒരു പ്രകാശം പരന്നു. സാർ, എന്നാണ് മൊഴിയെടുക്കുന്നത്? കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിൽ ഇന്ന് തന്നെ, അല്ലെങ്കിൽ നാളെ. അതുമല്ലെങ്കിൽ അതിനു മുമ്പ് ഞാൻ ആ പെൺകുട്ടിയെ കണ്ട് സംസാരിച്ചാലോ? അവിടെയാണ് പ്രശ്നം. ആ പെൺകുട്ടി ഹോസ്പിറ്റൽ പോലീസ് കാവലിലാണ്. അടുത്ത ബന്ധുക്കളെയും മഹിളാ പ്രവർത്തകനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കളെയും മാത്രമേ അകത്തേക്ക് കടത്തിവിടുന്നുള്ളൂ. കോട്ടയത്ത് ഒരു പെൺകുട്ടി ഇത്തരമൊരു കേസിൽ ദുരൂഹസാഹചര്യത്തിൽ മരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കർശനമായ സുരക്ഷാ സംവിധാനം. അതിനാൽ ഹോസ്പിറ്റലിൽ പോയി കാണാൻ പറ്റില്ല. പിന്നെ എന്തു ചെയ്യും സാർ? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ പല തടസ്സങ്ങളുണ്ട് സാർ. ചില സാമൂഹിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടിക്കാരുമെല്ലാം അവരുടെ പിന്നിലുണ്ട്. പെൺകുട്ടികളുടെ ബന്ധുജനങ്ങളും സ്ഥലവാസികളുമെല്ലാം വളരെ ദേഷ്യത്തിലാണ്. അതായത് ഈ 4 പ്രതികളെയും കയ്യിൽ കിട്ടിയാൽ ഒരസ്ഥി കഷ്ണം പോലും അവർ അവശേഷിപ്പിക്കില്ല. സമുദായത്തിലെ സംഘടനകളും ആ എതിർപ്പിലാണ്. പിന്നെ എങ്ങനെ നീ അവളെ കാണാൻ ആ വീട്ടിലേക്ക് പോകും സാർ? അവൾ മൊഴി മാറ്റി പറഞ്ഞാൽ സത്യം ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാത്ത ഒരാൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ലല്ലോ. അവളെ ഞാൻ പറഞ്ഞു സംസാരിച്ചോളാം. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് അലീന പറഞ്ഞ് ഒടുവിൽ ഡിവൈഎസ്പി മധുസൂദനനോട് നന്ദി പറഞ്ഞുകൊണ്ട് അവൾ വരുമ്പോൾ ഒരു പുതിയ പ്രതീക്ഷ അലീനയുടെ മുഖത്തുണ്ടായിരുന്നു. അതിനുശേഷം അലീന ബാലചന്ദ്രമേനോട് തൻ്റെ എല്ലാ കാര്യങ്ങളും ഡിവൈഎസ്പി പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയിച്ചു. എങ്ങനെ ആ പെൺകുട്ടിയെ കാണും? അവളിഞ്ഞിപ്പോൾ കണ്ടാലും അവരാരെങ്കിലും അലീന നിന്നോട് സംസാരിക്കാൻ സമ്മതിക്കുമോ? ആ പെൺകുട്ടി ഇത് സമ്മതിച്ചു തരുമോ? 4 പേരും കൂടെ ചേർന്ന് എന്തായാലും ഉപദ്രവിച്ച് കാണില്ലേ? അലീന ഇല്ല അച്ഛാ, ഒരിക്കലും ആ പ്രതീക്ഷ കൈവിടരുത്. ആ പെൺകുട്ടിയെ സംസാരിക്കണം. അവളുടെ മൊഴി മാത്രമേ ഇനി രോഹിത്തിനെ രക്ഷിക്കാൻ കഴിയൂ. ഡിവൈഎസ്പി പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷേ അതൊന്നും പ്രായോഗികമല്ല. നിരാശയോടെ ബാലചന്ദ്രമേനോൻ അലീനയോട് പറഞ്ഞു. ആ പെൺകുട്ടി സത്യസന്ധമായിട്ട് മൊഴി കൊടുത്താൽ പോരെ അച്ഛാ? അലീന ചോദിച്ചു. സത്യം പറയാൻ ആ പെൺകുട്ടി ആരും അനുവദിക്കും? രോഹിത്തും ആ സംഘത്തിലുണ്ടായിരുന്നല്ലോ. ഒരുത്തനെയും വെറുതെ വിടരുതെന്ന് എന്നല്ലേ അവരെല്ലാവരും പറയുക? അപ്പോൾ ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പ്രതികളിൽ ഒരാളെ ഒഴിവാക്കാൻ സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. സമുദായ സംഘടന രാഷ്ട്രീയ പാർട്ടികളും സമ്മതിക്കുമോ? അവൻ ചെയ്യാത്ത കുറ്റം കൂടി അവൻ്റെ മേൽ ആരോപിക്കാൻ അവർ നിർബന്ധിക്കുകയും ചെയ്യും. എന്നാലും എന്നെപ്പോലൊരു പെൺകുട്ടിയല്ല അച്ഛാ, അവൾക്കൊരു മനസാക്ഷിയില്ലേ? അവളുടെ ജീവിതം നശിപ്പിച്ചവരോട് അവൾക്ക് എന്തിനു മനസാക്ഷി?
അതിലൊരുത്തൻ കാര്യമായ ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് എന്ത് പുണ്യം? ആരാണ് നിരപരാധി, അല്ലെങ്കിൽ അതിലൊരാൾ നിരപരാധിയാണോ എന്നുപോലും അവൾക്ക് ശരിക്കും അറിഞ്ഞുകൂടായിരിക്കാം. ആ സാധ്യതയും അലീന തൻ്റെ മനസ്സിൽ കണ്ടു. 4 നായ്ക്കൾ ചേർന്ന് ഇരയെ കടിച്ചു കീറുകയാണ്. പ്രാണനു വേണ്ടി അവൾ പിടയുന്നു. എല്ലാവരുടെ മുഖം പോലും ഓർക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിലും അവളുടെ സുബോധം നഷ്ടപ്പെട്ടിരിക്കാം സാധ്യതയുണ്ട്. ആ പെൺകുട്ടിക്ക് അറിയണമെന്നിരിക്കട്ടെ, രോഹിത് നിരപരാധിയാണെന്ന്. അവൾക്ക് ആ സത്യം പോലീസിനോട് പറയണമെന്നുണ്ട്. പക്ഷേ ആ സത്യം പറയാൻ ആരും അനുവദിക്കും അവളെ? ബാലചന്ദ്രമേനോൻ ചോദിച്ചു. നമുക്ക് ആ പെൺകുട്ടിയോടൊന്ന് സംസാരിച്ചു നോക്കാം. അതെങ്ങനെ സാധിക്കും? നമ്മൾ അങ്ങോട്ട് അടുപ്പിക്കോ? ആശുപത്രിയിൽ പോകേണ്ട അച്ഛാ, വീട്ടിൽ ചെന്ന് കാണാം. മകളുണ്ടായ ദുരന്തം മനത്തൊന്നിരിക്കുന്ന ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും നമുക്കറിയില്ല. ഒരിക്കൽ ഞാൻ അവിടേക്ക് പോട്ടെ, ഇന്നോ നാളെയോ എന്നാണെന്ന് ഞാൻ അച്ഛനോട് പറയില്ല. എന്തിനാ നീ എവിടേക്ക് പോകുന്നത്? തനിച്ചെന്തായാലും പോവേണ്ട. ഗോവർദ്ധനെയോ മനുവിനെ കൂട്ടിക്കോ. അവരാരും വേണ്ട, ഞാൻ തനിച്ചു പോയാൽ മതി. അലീന ബാലചന്ദ്രമേനോട് വാക്ക് വാങ്ങിച്ചും. അതെ, എന്നാണ് പോകുന്നത് ഞാൻ പറയില്ല. അച്ഛൻ എനിക്ക് പറഞ്ഞാൽ മതി, സമ്മതം തന്നാൽ മതി. ഞാൻ പോവേണ്ട ദിവസം. അതെ, ഞാൻ പോയിക്കോളാം. എന്നാലും നീ സൂക്ഷിച്ചു പോകണം. നീ ഒറ്റയ്ക്ക് എവിടെ പോകുന്നതും എനിക്കെന്തോ വലിയ പ്രയാസമാണ്. അത് സാരമില്ല അച്ഛാ, ഞാൻ തനിച്ചു മതി. എനിക്ക് തനിച്ചു പോകുന്നതാ ആത്മവിശ്വാസം. അവൾ എടുത്ത തീരുമാനത്തിൽ നിന്ന് അവൾ പിന്നോട്ടില്ലെന്ന കാര്യം ബാലചന്ദ്രൻ മനസ്സിലാക്കി. പിറ്റേ ദിവസം അലീന ന്യൂസ് പേപ്പറിലെ വാർത്ത ബാലചന്ദ്രമേനോനെ കാണിച്ചു. അന്തിനാട് സ്ത്രീ പീഡന കേസിലെ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് മാറ്റി എന്നതാണ് വാർത്തയുടെ ഉള്ളടക്കം. ബാലചന്ദ്രമേനോൻ ചോദ്യഭാവത്തിൽ അലീനയെ നോക്കി. താൻ അവിടെ വരെ ഒന്ന് പോയാലോ അച്ഛാ? എന്തിന്? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ കുട്ടിയെ ആശ്വസിപ്പിക്കണം. 2, സത്യം പറയാനുള്ള ധൈര്യം ആ കുട്ടിക്ക് കൊടുക്കണം. ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഫേസ് ചെയ്യണ്ടേ? അവർ ചോദിക്കും ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയണ്ടേ? നീ എന്ത് പറയും അവരോട്? ആരാണെന്ന് പറയും? ഇപ്പോൾ എനിക്കൊന്നും അറിയില്ല അച്ഛാ. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവം തോന്നിപ്പിക്കും. നീ ഒറ്റയ്ക്ക് അവിടേക്ക് പോകണോ? അതിനെന്താ? വേണ്ട, ഞാൻ കൂടെ വരാം. അച്ഛൻ വരേണ്ട, കൃഷ്ണമോളെയും കൂട്ടി വിളിച്ചുകൊണ്ട് പോയിക്കോ. അല്ലെങ്കിൽ ഗോവർദ്ധനയോട് പറയാം, നിനക്കൊരു കൂട്ടുവരാം. എന്നാൽ അലീന അതൊന്നും സമ്മതിച്ചില്ല. പിറ്റേ ദിവസം അലീന ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി. അലീന ചുറ്റുപാടും കണ്ണോടിച്ച്. ഒരു കോളനിയിലാണ് താൻ വന്നുപെട്ടിരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. ടാർ പൊട്ടിപ്പൊളിഞ്ഞതും റോഡ് ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള വീതിയേ ഉള്ളൂ. റോഡിന് ഇരുവശത്തും വീടുകൾ. അവരെല്ലാം തന്നെ ഓടുമേഞ്ഞതോ അലുമിനിയം കൊണ്ട് ഉണ്ടാക്കിയ വീടുകളായിരുന്നു. ഇടയ്ക്ക് അവിടെ ഇടതരം കോൺക്രീറ്റ് ഭവനങ്ങളും കാണാം. വെയിറ്റ് ചെയ്യണേ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഓട്ടോക്കാരനോട് പറഞ്ഞുകൊണ്ട് അലീന മുമ്പോട്ട് നടന്നു. അവിടെ കണ്ട ഒരു സ്ത്രീയോട് ശരണയുടെ വീട് അന്വേഷിച്ചു അലീന. ശരണയുടെ പേര് കേട്ടതും അലീനയെ തുറിച്ചു നോക്കുന്നുണ്ടാവും. ആ ഓട്ടോറിക്ഷ കിടക്കുന്ന ആ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടാണെന്ന് ആ സ്ത്രീ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പതിവായി മനുഷ്യർ നടന്ന് പതിഞ്ഞുണ്ടായ ആ വഴിത്തരകളുടെയാണ് അലീന നടന്നത്. വീടിൻ്റെ മുറ്റത്തും പ്രായം ചെന്ന 2-3 പേർ ബീഡിയും വലിച്ച് സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. വരാന്തയിലും 4-5 പേരെ കണ്ടു. അലീന അങ്ങോട്ട് ചെന്നപ്പോൾ അവരുടെ എല്ലാം ശ്രദ്ധ അവളിലായി. അലീന മുറ്റത്തേക്ക് ചെന്നു. ആരാ? വരാന്തയിൽ നിന്ന് ഒരാൾ ചോദിച്ചു. ശരണയെ കാണാൻ വന്നതാ. വരാന്തയിലും മുറ്റത്തുമുണ്ടായിരുന്നവർ സംശയിച്ച് പരസ്പരം നോക്കി. ശരണയെ നേരത്തെ അറിയോ? ഇല്ല. പിന്നെന്തിനാ ശരണയെ കാണുന്നത്? ഒന്ന് കാണാനാ. പരുക്കമുള്ള മുഖമുള്ള ഒരു യുവാവ് മുറ്റത്തേക്ക് ഇറങ്ങി. കുട്ടി ഏതാ? എവിടുന്ന വരുന്നത്? എന്താ പ്രശ്നം? ഞാൻ കടപ്പാട്ടൂരിൽ നിന്ന് വരികയാ. കടപ്പാട്ടൂർ എവിടെ? ഏതാ വീട്? തലയും താടിയും നരച്ച ഒരാൾ കടപ്പാട്ടൂരിൽ തനിക്കു നല്ല പരിചയമാണെന്ന മട്ടിൽ ചോദിച്ചു. നെടുമ്പുരക്കൽ, അലീന പറഞ്ഞു. ആ തല നരച്ചയാളുടെ നെറ്റി ചുളിഞ്ഞു. സ്വർണ്ണക്കടക്കുള്ള ബാലചന്ദ്രമേനോൻ്റെ അതെ. പെട്ടെന്ന് തന്നെ ഒരു ജാഗ്രത എല്ലാ മുഖങ്ങളിലും മുറുകി. മുറ്റത്ത് നിന്ന് തല നരച്ചയാൾ പെട്ടെന്ന് വരാന്തയിലേക്ക് കയറി. മറ്റു 2 പേരെ അലീനയെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മറ്റേയാളോ പിൻചെന്നു. അവരെല്ലാവരും കൂടെ ചേർന്ന് അലീനയെ വട്ടം ചുറ്റി. എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആരെ കാണാനാ? ഞങ്ങളുടെ മോളുടെ ജീവിതം നശിപ്പിച്ചിട്ട് അതും കൊണ്ട് രസിക്കാൻ വന്നിരിക്കാണോ? മധ്യവയസ്കൻ നിലവിളിക്കും പോലെ ചോദിച്ചു. നീയും നിന്റെ വീട്ടുകാരും ഒരിക്കലും ഗതി പിരിക്കലടി. നശിച്ചു പോകത്തേയുള്ളൂ. അയാളുടെ ഭാര്യ തലയ്ക്ക് മീതെ 2 കൈയും പിടിച്ച് കണ്ണീരോടെ പ്രാഗി. വെള്ളിടി വിട്ടു വീണു നശിച്ചു പോകത്തേയുള്ളൂ. ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. ആ സ്ത്രീ അതിനുശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. ഇതിനിടെ ഒരു ബാലൻ വരാന്തയിലൂടെ ചാടിയോടി അയൽവീട്ടിലേക്ക് പാഞ്ഞു. ഈ മുറ്റത്ത് കാലി കുത്തിപ്പോകരുത്, ഇറങ്ങിപ്പോയിക്കോ. ഇറങ്ങിപ്പോകാനാ പറഞ്ഞത്. മധ്യവയസ്കൻ അലീനയുടെ നേർക്ക് കൈ ചൂണ്ടി ആക്രോശിച്ചു. എനിക്കൊന്നു കണ്ടാൽ മതി, ഞാൻ പൊയ്ക്കോളാം. അലീന അപേക്ഷിച്ചു. മുറിക്കകത്ത് പോയവരെല്ലാം പുറത്തേക്ക് വന്നു. അവർ മുറ്റത്തേക്ക് ഇറങ്ങി. നീ ആരാ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? നിന്റെ തന്തയും തള്ളയും കൂടിയാണോടി? കൂട്ടത്തിൽ പരിക്കനും തോന്നിച്ചൊരാൾ കൈമടക്കി അവളുടെ മുഖത്തേക്കൊന്നിടിച്ചു. ആരോ പറഞ്ഞയച്ചതല്ല, ഞാൻ തനിയെ വന്നതാ.
പച്ചക്കള്ളമാ ഇവള് പറയുന്നത്. അവന്മാരെല്ലാവരും കൂടെ ഇവള് എൻ്റെ ഏജൻ്റായിട്ട് വിട്ടിരിക്കുക. നിങ്ങളുടെ മോളെ സ്വാധീനിച്ച് കേസിന് തലയൂരാൻ ഒരാൾ വിളിച്ചു പറഞ്ഞു. അല്ല സത്യമായിട്ടുമല്ല, എനിക്ക് ആ കുട്ടിയെ കാണാൻ വേണ്ടി വന്നതാ. എന്നാൽ അവരാരും അതൊന്നും നോക്കാതെ അലീനയെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് അലീനയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. ഡ്രസ്സുകളും എല്ലാം കീറി, മുഖത്തും കൈമുട്ടിലും എല്ലാം മുറിവുകളെല്ലാം സംഭവിച്ചു. അലീനയെ അവരെല്ലാവരും കൂടെ ചേർന്ന് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അലീന കുതിറി മാറുന്നുണ്ട്. നിങ്ങൾ എന്നെ വിശ്വസിക്കുക, ഞാൻ അതിനൊന്നും വന്നതല്ല. അവളുടെ കണ്ണിൽ അപ്പോഴും ഒരു പ്രകാശം ഉണ്ടായിരുന്നു. തനിക്ക് എന്ത് സംഭവിച്ചാലും ഞാനിവിടെ നിന്ന് പോകത്തില്ല, ശരണ്യെ കാണാൻ എന്നൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. അങ്ങനെ അവളുടെ തലവഴി എല്ലാവരും കൂടെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ നിൽക്കുന്ന സമയത്താണ് ഉച്ചയ്ക്ക് ഓട്ടം കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഷാജി അവിടുത്തെ ബഹളം കാണുന്നത്. ഷാജി പുറത്തേക്ക് നോക്കുമ്പോൾ അലീനെ കണ്ടതും തനിക്ക് പരിചയമുള്ള പെൺകുട്ടിയാണല്ലോ എന്ന മട്ടിൽ അവിടേക്ക് വന്നു. അലീനെ കണ്ട അയാൾ നെട്ടി. നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്? എന്തിനാ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത്? ഇവളെ ആ നെടുമ്പരക്കൽ ബാലചന്ദ്രമോഹൻ്റെ മോളാണ്. എന്തായാലും രക്ഷിക്കാൻ വേണ്ടി വന്നതാ. ആര് പറഞ്ഞു ഈ കുട്ടി ആ വീട്ടിലെ മകളാണെന്ന്? ആ വീട്ടിലെ വേലക്കാരിയാണെന്ന് പറയാണ്. നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കുന്നത് എന്ന് ചോദിച്ച് സാജി വന്ന് അലീനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം സാജി തൻ്റെ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോവാണ്. പെങ്ങളോട് അലീനയ്ക്ക് മാറാൻ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അലീന ഡ്രസ്സെല്ലാം മാറിയതിനു ശേഷം കുളിച്ച് പുതിയ സാജിയുടെ പെങ്ങൾ കൊടുത്ത ഡ്രസ്സ് അണിഞ്ഞുകൊണ്ട് വരികയാണ്. അവൾക്ക് ഭക്ഷണം നൽകാൻ സാജി ചോദിക്കും. നല്ല സ്ഥലത്തേക്കാണ് വന്നത്, പുലിക്കൂട്ടിലേക്ക് ആരെങ്കിലും തനിച്ചു വരുമോ? എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവളൊന്നും മിണ്ടിയില്ല. ഓ, എന്തൊരു ധൈര്യം, ആ വീട്ടിലെ വേലക്കാരിയല്ലേ, എന്നിട്ട് അവരുടെ കാര്യത്തിൽ ഇടപെടണോ എന്ന് സാജി ചോദിക്കുമ്പോഴും അലീന അവൻ നിരപരാധിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്, ആ കുട്ടിയോട് കണ്ട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നതെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ സാജി അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പോകുന്ന വഴി അവളുടെ മുഖത്തും കൈകളിലൊക്കെ മുറിവ് പറ്റിയിരുന്നു. അതെല്ലാം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മുറിവിന് ഉള്ള മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ അലീനയും സാജിയും കൂടെ വീട്ടിലേക്ക് പോകുന്നത്. തിരികെ വീട്ടിലെത്തിയ അലീനയെ കണ്ടതും കൃഷ്ണജ നെട്ടിപ്പോകുന്നുണ്ട്. കൃഷ്ണമോള് അലീനയുടെ മുഖത്തെ ബാൻഡേജും കരിവാളിച്ച ക്ഷതവും കണ്ട് കൃഷ്ണജ അമ്പരന്നു. ഇതെന്ത് പറ്റിയതാ ചേച്ചി? എങ്ങോട്ടു പോയേ? ചുരിദാറും ഇതൊന്നും ആയിരുന്നില്ലല്ലോ. പറയാം, പക്ഷേ അച്ഛൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞു കൊടുക്കരുത്. അങ്ങനെ കൃഷ്ണമോളോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം അലീന വിശദീകരിച്ചു. ഇതെല്ലാം കേട്ട് കൃഷ്ണമോള് അന്തം വിട്ട് നിൽക്കാണ്. ആ ഓട്ടോ ഡ്രൈവർ വന്നില്ലെങ്കിൽ ചേച്ചിയുടെ അവസ്ഥ എന്തായിരുന്നു? ചേച്ചി കത്തിച്ചാമ്പലാവുന്നില്ലേ? അതാ മോളെ പറഞ്ഞത്, ദൈവം എന്നൊരാളുണ്ടെന്ന് ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ മുമ്പിലോട്ട് വരും. മോളെ ഇതൊന്നും അച്ഛനോട് പറയരുതേ, അച്ഛൻ ഇതെല്ലാം കേട്ട് വിഷമിക്കും. അങ്ങനെ ഏറെ വൈകിയാണ് ബാലചന്ദ്രമേനോൻ വന്നത്. അലീനയെ കണ്ടതും അയാളൊന്ന് ഷോക്കാകുന്നുണ്ട്. ഇതെന്ത് പറ്റിയതാ? എന്താ മുഖത്തും ഒക്കെ കരിവാളിപ്പുണ്ടല്ലോ. ഒരു അടിപിടി ഉണ്ടായതാ. അലീന ചിരിച്ചുകൊണ്ട് തമാശ മട്ടിൽ പറഞ്ഞു. നീ കാര്യം പറ അലീന, താടിയിലും കണ്ണിനും താഴെയും നീർവീക്കമുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ സത്യം പറഞ്ഞതാണച്ചാ. ബാലചന്ദ്രമേനോൻ നെട്ടിലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താണ് ഉണ്ടായത്? ബാലചന്ദ്രമേനോൻ സ്വരത്തിൽ മൂർച്ചയേറി. അച്ഛൻ ശാന്തമായിട്ട് കേൾക്കണം, ദേഷ്യപ്പെടാനാണെങ്കിൽ ഞാൻ ഒന്നും പറയത്തില്ല. നീ പറയ്. ഞാനിന്ന് അവിടെ പോയിരുന്നു അച്ഛാ, ശരണയുടെ വീട്ടിൽ. അതെ, പോകുന്ന കാര്യം എന്നോടൊന്നും പറഞ്ഞില്ല. പറയാതെ പോകാനുള്ള അനുവാദം അച്ഛൻ ഇന്നലെ നേരത്തെ തന്നിരുന്നല്ലോ. അവർ നിന്നെ കയ്യേറ്റം ചെയ്തോ? ഇതും തള്ളുമൊക്കെ ഉണ്ടായി. സാരമില്ലച്ച, അവർക്ക് നമ്മളോട് വല്ലാത്ത ദേഷ്യം തോന്നിയിരിക്കണം. സമയമല്ലേ, അതിലവരെ കുറ്റം പറയാനും പറ്റില്ല. അവരുടെ കുട്ടിയുടെ ജീവിതമല്ലേ തകർന്നു പോയത്. അലീന എത്ര കുറച്ച് പറയണമെന്നു ബാലചന്ദ്രമേനോന് നന്നായിട്ടറിയാം. ഉന്തും തള്ളുമെന്നുണ്ടായി എന്ന് സമ്മതിക്കണമെങ്കിൽ അതിനൊക്കെ ഗുരുതരമായത് സംഭവിച്ചിട്ടുണ്ട്. നിന്നെ അവരെന്തൊക്കെ ചെയ്തു? അയാൾ ആശങ്കയോടെ അവളെ അടിമുടി നോക്കി. ആ പെൺകുട്ടിയുടെ ആങ്ങളമാർ ഇത്തിരി ചൂടിലായിരുന്നു. അവർ രണ്ടുപേരും കൂടി എന്നെ അടിച്ചു. പിന്നെ ആൾക്കാരൊക്കെ ഓടി വന്ന് പിടിച്ചു മാറ്റി. ഇതെനിക്ക് സംശയമുണ്ടായത് കൊണ്ടാ അന്ന് ഞാൻ പറഞ്ഞത് നീ തനിച്ചു പോകരുതെന്ന്. ഗോവർദ്ധനെങ്കിലും കൂട്ടുവിടാമെന്ന്. അപ്പോൾ നിനക്ക് ഒറ്റയ്ക്ക് പോയേ പറ്റൂ. എന്നെ അനുസരിക്കാനും മടി, അതോ അഹങ്കാരമാ? കഷ്ടിച്ച് ജീവൻ രക്ഷിച്ചുകൊണ്ട് തിരിച്ചു പോന്നിരിക്കുന്നു അല്ലേടി? അതല്ലേടി സംഭവിച്ചത്? ബാലചന്ദ്രമേനോൻ ഒച്ച ഉയർന്നു പോയി. അച്ഛൻ്റെ എല്ലാ ദേഷ്യവും അലീനെ മിണ്ടാതെ തലകുനിച്ച് നിന്നു. നീ എന്താ ഒന്നും മിണ്ടാതെ? നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ? അവൾ വിഷമത്തോടെ തലകുനിച്ച് നിൽക്കുന്നല്ലാതെ ഒരക്ഷരം പറഞ്ഞില്ല. പിറ്റേ ദിവസം അലീന സാജിയുടെ പെങ്ങൾ കൊടുത്ത ചുരിദാറുമായിട്ട് തിരികെ ആ വീട്ടിലേക്ക് വീണ്ടും വന്നു. അവളെ കണ്ടതും സാജിയുടെ അമ്മ, മോളെന്താ ഇവിടേക്ക് വീണ്ടും വന്നത് എന്ന് ചോദിച്ചു. അവൾ ഒന്നും പറഞ്ഞില്ല.
അങ്ങനെ ആ ഡ്രസ്സ് തിരികെ കൊടുത്തതിന് ശേഷം ശരണ്യയുടെ വീട് ലക്ഷ്യമാക്കി നീക്കി. ആദ്യത്തെ ഗൗരവമൊന്നും അവരുടെ മുഖത്തില്ല. ഒരു വേലക്കാരി പെണ്ണായതുകൊണ്ട് തന്നെ ആയിരിക്കാം. നെടുമ്പുരക്കിലെ ആരുമല്ലല്ലോ. അതുകൊണ്ട് അവർ ദേഷ്യമൊന്നും കാണിച്ചില്ല. എനിക്ക് ശരണ്യെ ഒന്ന് കാണണം, അത്രയേ ഉള്ളൂ. എന്നെപ്പോലെ ഒരു പെൺകുട്ടിയല്ലേ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ വന്നത്, മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയല്ല. അലീനയുടെ വാക്കുകൾ കേട്ടതും അവളുടെ അമ്മ ശരണ്യയുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശരണ്യ എല്ലാം നഷ്ടപ്പെട്ട പോലെ, കണ്ണിൽ ജീവൻ പോലും ഉണ്ടെന്ന് തോന്നില്ല. അത്തരം തരത്തിൽ ശരണ്യ ആകെ തകർന്നു പോലെ ഇരിക്കുന്നു കാണുമ്പോൾ അലീന അവൾക്കരികിലേക്ക് വരുന്നുണ്ട്. അവളുടെ നെറ്റിയിൽ മുടിയിലെല്ലാം മെല്ലെ തഴുകി. ആ തഴുകയിൽ സ്നേഹം കിട്ടിയതെന്ന പോലെ ശരണ്യ പെട്ടെന്ന് തന്നെ അലീനയെ തോളിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങി. ഒരാശ്വാസം വന്നതാണ് അലീനയും ശരണ്യയും ഒരുപാട് സമയം അങ്ങനെ തന്നെ ഇരുന്നു. പോട്ടെ മോളെ എന്ന് ചോദിച്ച് ഒരക്ഷരം മിണ്ടാതെ അലീന ആ വീട്ടിൽ നിന്നിറങ്ങി. എന്നാൽ ആ വീട്ടിലെല്ലാവരും കൂടെ ചേർന്ന് അലീനയെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആരോ കേസ് കൊടുത്തതിന് പ്രകാരം അലീനയെ ചോദ്യം ചെയ്യാൻ പോലീസുകാർ വീട്ടിലേക്കെത്തി. എന്നാൽ അലീന തനിക്കതിൽ പരാതിയില്ലെന്ന് പറയുന്നു. അവിടെ പോയപ്പോൾ അവരാരും തന്നെ ഉപദ്രവിച്ചില്ലെന്ന് അലീന പറയാണ്. ആ സമയത്ത് കോളനിയിലും പോലീസ് വന്ന് ഒരു പെൺകുട്ടിയെ നിങ്ങളെല്ലാവരും കൂടെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അവരെല്ലാം ഭയന്ന് അവിടുന്ന് മാറാണ്. അവരെല്ലാവരും പിന്നെ തിരിച്ചറിയാണ് അലീന തങ്ങൾക്കെതിരെ പരാതി നൽകിയിട്ടില്ലെന്ന്. അതോടുകൂടെ അലീനയുടെ സകല ദേഷ്യവും അവർക്കെല്ലാവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്ക് വീണ്ടും ശരണ്യയെ കാണാനായിട്ട് അലീന പോകുന്നുണ്ട്. അലീനയെ കണ്ടതും ശരണ്യ ഒരു പ്രതീക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്താ മോളെ ഇങ്ങനെ അടച്ചിട്ടിരിക്ക്, ഈ റൂമിൽ തന്നെ ഇരുന്നാൽ മതിയോ? മോളുടെ ജീവിതം എവിടെയും തീർന്നു പോയിട്ടില്ല, ഇനിയുണ്ട് ഈ മോൾക്ക് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ജനവാതിലെല്ലാം തുറന്നിടുമ്പോൾ ശരണ്യ മുഖം പുത്ത, വേണ്ട ചേച്ചി, അതൊന്നും തുറക്കേണ്ട, എല്ലാവരും എന്നെ കണ്ട തുറിച്ചു നോക്കും, എനിക്കെന്തോ സംഭവിച്ചതുപോലെയാണ് എല്ലാവരുടെയും പെരുമാറ്റം. അതെ, ഇങ്ങനെയൊക്കെ പറയാനോ കൂടെ കൂടാൻ ആളുകളുണ്ടാവും, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഭയന്ന് പുറകോട്ട് നിന്ന് നീ എവിടെയും എത്താൻ പോകുന്നില്ല, ദേ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ടെങ്കിലും ശരണ്യ സമ്മതിക്കുന്നില്ല. അലീന എഴുന്നേറ്റ് ചെന്ന് ജനാലും വാതിലും തുറന്നിട്ടു. മുറിക്കുള്ളിലേക്ക് കാറ്റും വെളിച്ചവും കടന്നു വന്നു. ചൂളിപ്പോയതുപോലെ ശരണ കൈപ്പടം കൊണ്ട് മറച്ചു. അലീന അല്പനേരം കടലിൽ ശരണ്യയോട് ചേർന്ന് നിന്നു. അവളുടെ ദുർബലമായ കൈകളിൽ പിടിച്ചു. എന്നെ തളർന്നു പോകരുത്, നമുക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നമ്മൾ നമ്മുടെ ജീവിതം തകർന്നു പോയെന്ന് വിചാരിച്ചാൽ നമ്മൾ കാണുന്നവരും അങ്ങനെ തന്നെ വിചാരിക്കുമോ? അങ്ങനെയൊന്നും നമ്മളെ തകർക്കാൻ പറ്റില്ലെന്ന് മറ്റുള്ളവർക്കും മനസ്സിലാക്കണം. ശരണ അവളുടെ തോളിലേക്ക് ശിരസ് ചായ്ച്ചു കേട്ടുകൊണ്ടിരുന്നു. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? അലീന ചോദിച്ചു. അറിയാം. ആരാ? അലീന. അത്രേ അറിയൂ? സ്വർണ്ണക്കടയും ബാലചന്ദ്രമേനോൻ എന്നയാളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കണ. ആര് പറഞ്ഞു ഇതൊക്കെ? അമ്മ. ശ്രീലത അപ്പോഴേക്കും 2 ഗ്ലാസ് കട്ടൻ കാപ്പിയും കൊണ്ടുവന്നു. അലീനയ്ക്ക് ഒരു ഗ്ലാസ് കൊടുത്തിട്ട് അവരെ നോക്കി പുഞ്ചിരിച്ചു. എന്നോടുള്ള ദേഷ്യമൊക്കെ തീർന്നോ? ശ്രീലതയ്ക്ക് വല്ലായ്മയായി. ഞാനെന്തിനാ ദേഷ്യപ്പെടണേ? കുട്ടി വന്നതിന് ശേഷമാ എൻ്റെ മോള് മനസ്സ് തുറന്നൊന്ന് കരഞ്ഞത്, ഇപ്പോൾ ഒരു വാക്ക് മിണ്ടണത്. അന്ന് ഞങ്ങൾ ആളറിയാതെ. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ, സാരല്ല. അലീന അടുത്ത ഗ്ലാസ് എടുത്തു ശരണ്യക്ക് കൊടുത്തു. ഇവള് വല്ലതും കഴിക്കണുണ്ടോ? ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. എൻ്റെ കൊച്ചെ ഒന്നു വേണ്ട. അവൾ നിർബന്ധിച്ച ഒരു ഗ്ലാസ് കാപ്പി, ഒരു ബിസ്ക്കറ്റ്, ചിലപ്പോൾ ഇത്തിരി കഞ്ഞി. എങ്ങനിരുന്ന പെണ്ണ. സാരമില്ല, ഇതൊക്കെ മാറിക്കോളും. കാപ്പി കുടിച്ച ശേഷം അലീന എഴുന്നേറ്റു. പോവുകയാണോ എന്നൊരു ഉൾക്കലത്തോടെ ശരണ്യ അവളെ നോക്കി. അലീനക്ക് എഴുന്നേറ്റ് ശരണ്യ മടിച്ച് ആ കയ്യിൽ പിടിച്ചു. എണീറ്റു വാ. അലീന അവളെ പിടിച്ചെന്നേൽപ്പിച്ചു. വാതിൽ കടക്കാൻ ഭാവിച്ചപ്പോൾ ശരണ്യ ഒന്നറച്ചു. എനിക്ക് പേടിയാ, ആളുകളെ കാണാൻ വയ്യ. നീ എന്തിനാ അവരെ പേടിക്കുന്നേ? നിന്നെ സംരക്ഷിക്കാൻ കഴിയാത്തത് പോയത് അവരുടെ തെറ്റ്. നിന്നെ കാണുമ്പോൾ അവരാ മാറി നിൽക്കേണ്ടത്. അല്പം ബലമായി തന്നെ അലീന അവളെ വരാന്തയിലേക്ക് പിടിച്ചു. ശരണ്യ ആകപ്പാട് സംഗീതത്തോടെയാണ് അവിടേക്ക് വന്നത്. മതി, ഞാനകത്തോട്ട് പൊയ്ക്കോട്ടെ. അവൾ കരച്ചിന് വക്കോളം എത്തിയിരുന്നു. പറ്റില്ല, അലീന പിടിവിടാതെ പറഞ്ഞു. ഞാനില്ലേ നിന്റെ കൂടെ, ഇവിടെ ഇരിക്ക്. അലീന അവളെ അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചിലിരുത്തി തിണ്ണയിൽ പിടിച്ചിരുത്തി. അരികെ അലീന ഇരുന്നു. ഭീതിയിലോട്ട് ചാരിയിട്ടാണ് ഇരിപ്പ്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ, അതപ്പോഴും ഓർമ്മ വേണം. മറ്റുള്ളവരാ നിന്നോട് ചെയ്തത്, അവരെയാണ് പേടിക്കേണ്ടത്. അലീന തൊട്ടുരുമിക്ക് ശരണ്യെ ആശ്വസിപ്പിച്ചു. ശരണ്യയുടെ ശ്രദ്ധ തിരിക്കാൻ അലീന അവളുടെ പഠനത്തെക്കുറിച്ചും സംസാരിച്ചു. അവളുടെ സംസാരിക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിലൂടെ അവൾ കൂട്ടിക്കൊണ്ടുപോയി. കണ്ട സിനിമകൾ, കൂട്ടുകാരികൾ, കളികൾ, കുട്ടിക്കാലത്തെ ഓർമ്മകൾ. ശ്രീലത ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ അലീനയോട് സംസാരിക്കുന്നുണ്ട് തൻ്റെ മകൾ. അവളുടെ ചെറിയ ഫോട്ടോ ആൽബം എടുത്ത് അതിലെ ഫോട്ടോകൾ അലീനയെ കാണിക്കുന്നു. അവൾ ഇടയ്ക്ക് പുഞ്ചിരി തൂകുന്നത് കണ്ടു. ഇനിയൊരിക്കലും കരയാനും ചിരിക്കാനും കഴിയില്ലെന്ന് കരുതിയ തൻ്റെ മകൾ ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആരും കാണാതെ അവർ അത് പുറം കൈകൊണ്ട് തൂത്തു കളഞ്ഞു. നല്ല മുടിയാണല്ലോ, നിനക്കിത് നന്നായി ചീകി വെച്ചൂടെ? ഇതൊരുമാതിരി ഭ്രാന്തിയെ പോലെ
അലീന സ്നേഹത്തോടെ ശ്വസിച്ചു. അമ്മയെ, അലീനയാണ് വിളിക്കുന്നത്. ശ്രീലത തിണ്ണയിലേക്ക് വന്നു. ചീപ്പ് എന്നെടുത്ത്. അങ്ങനെ അലീന ചീപ്പെടുത്ത് അലീന ശരണ്യയുടെ മടിയിലേക്ക് ചായച്ചു കിടത്തി. മെല്ലെ അവളുടെ മുടിയെല്ലാം മാടിയൊതുക്കി. അതിനുശേഷം അവളുടെ രേവതിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നിന്നെപ്പോലെ ഒരു അനിയത്തിയുണ്ട്, രേവതിക്കുട്ടി എന്ന പേര്. അവൾ നിന്നെപ്പോലെ ആയിരുന്നു. എൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കും. ഞാൻ അവളുടെ മുടിയെല്ലാം ചീകി കൊടുക്കും. ചേച്ചിയുടെ വീട് വിടാം. അങ്ങനെ അലീന ഞാനൊരു അനാഥയാണെന്നും അച്ഛനും അമ്മയും അറിയാതെയാണ് 22 വർഷങ്ങൾ ജീവിച്ചെന്ന കാര്യവും ശരണ്യയോട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അലീനയുടെ കഥ കേട്ട ശരണ്യ കണ്ണെന്നറിയാണ്. ചേച്ചി ഇത്രയ്ക്ക് സഹിച്ചിട്ട് ഇപ്പോൾ എൻ്റെ സങ്കടം കേൾക്കാൻ ചേച്ചി വന്നല്ലോ. അതാണ് മോളെ. എന്തായാലും മോളെ ഞാൻ വരാം എന്ന് പറഞ്ഞ് അലീന അവിടെ നിന്ന് പോകുമ്പോൾ അലീന പോകുന്നത് നോക്കി ശരണ നിറക്കണ്ണുകളോടെ നിൽക്കുക. ഇതുപോലൊരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ തനിക്കൊരിക്കലും ഇങ്ങനൊരു അബദ്ധം പറ്റില്ലായിരുന്നു എന്ന് ശരണ്യക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനും അലീനയും കൂടെ രോഹിത്തിനെ കാണാനായിട്ട് സബ് ജയിലിലേക്ക് പോകുന്നുണ്ട്. രോഹിത്ത് അവരുടെ അടുത്തേക്ക് വരാനോ അവരോട് സംസാരിക്കാനോ കൂട്ടാക്കുന്നില്ല. ബാലചന്ദ്രൻ്റെ മേനോൻ്റെ കൂടെ അലീനെ കണ്ടതും അയാൾ ദേഷ്യത്തിൽ അലീനയെ നോക്കുന്നുണ്ട്. ബാലചന്ദ്ര മേനോൻ അവനോട് സംസാരിക്കുന്നത്, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, നിന്നെ രക്ഷിക്കാം ഞങ്ങൾ നോക്കുന്നുണ്ട്, നിന്നെ പുറത്തിറക്കിയിരിക്കും. ബാലചന്ദ്രൻ ആത്മവിശ്വാസത്തോടെ അവനോട് പറയുമ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ എന്തിനി പുറത്തിറങ്ങുന്നത് എന്ന മട്ടിലൊരു നിൽപ്പാട്ടോ രോഹിത്തിന്. അങ്ങനെ രോഹിത്ത് ഒന്നും വേണ്ടാതെ തിരികെ പോവാണ്. അത് കണ്ട് ബാലചന്ദ്രമേനോട് അലീന പറയും, അച്ഛൻ വിഷമിക്കണ്ട, അവനെ പഴയതുപോലെ വരും, മിടുക്കനാക്കി എടുക്കണം, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ വീണ്ടും ഈ കോടതിയിൽ റിമാൻഡ് ചെയ്യണം. വീണ്ടും കോടതിയിൽ എത്തുന്ന ദിവസം ഇതിനു മുമ്പേ ശരണ്യെ വീണ്ടും കാണാൻ തീരുമാനിക്കുന്നുണ്ട് അലീന. അവളോട് സംസാരിക്കാം. മോളെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? അന്ന് ആ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു? 4 പേര്. അവരൊക്കെ നീ കണ്ടിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ തലക്ക് വല്ലാതെ തല ചുറ്റുന്ന പോലെ, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ ഒരവസ്ഥയായിരുന്നു. അവരെല്ലാവരും നിന്നെ ഉപദ്രവിച്ചു. അവരിൽ 3 പേരെന്നെ ഉപദ്രവിച്ചത് അതെനിക്ക് ഓർമ്മയുണ്ട്. മറ്റയാളെന്തോ കണ്ട് ഭയന്ന് മാറി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. എനിക്ക് വല്ലാതെ ഒന്നും ഓർമ്മയില്ല. ലീന രോഹിത്തിനെ കുറിച്ച് പറഞ്ഞ് അവരെല്ലാവരും എന്നെ ഉപദ്രവിക്കാൻ നോക്കിയതാ. ഹരിശങ്കറിന്റെ വലയിൽ വീണു പോയതാ നിനക്ക് പറ്റി ഏറ്റവും വലിയ തെറ്റ്. ഹരിശങ്കർ എന്നോട് ഒരു ദ്രോഹം ചെയ്യായിരുന്നു. അത് ഞാൻ ക്ഷമിച്ചത് അവനക്കൊരു ചാൻസ് കൊടുക്കാനാ. അന്ന് ആ ചാൻസ് കൊടുത്തതുകൊണ്ടാ അവൻ ഇത്രയും വലിയ നീച പ്രവൃത്തി ചെയ്തത്. അങ്ങനെ എല്ലാം ശരണ്യോട് പറയുന്നുണ്ട്. മോളെ, അതിലൊരാൾ തെറ്റ് ചെയ്തിട്ടില്ല. വെറുതെ ആ ചെറുപ്പക്കാരൻ്റെ ഭാവി നശിപ്പിക്കണോ? രോഹിത്ത് അത് ഞാൻ നിൽക്കുന്ന വീട്ടിലെ ആണ്, എൻ്റെ അനുജനാണ്. അവനൊരിക്കലും ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാനുള്ള ത്രാണിയില്ല. അവനെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് ഹരിശങ്കറാണ്. ആ 3 തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി രക്ഷപ്പെടേണ്ട മോളെ. നീ കോടതിയിൽ വരുമ്പോൾ നിന്നോട് ചോദിക്കും, എന്താ ചേച്ചി പറയുന്നത്? ഇവരെല്ലാവരും കൂടെ ചേർന്ന് അതെ നിന്നെ ഉപദ്രവിക്കാത്ത ആളെ പേര് നീ എന്തിനു കോടതിയിൽ പറയണം? അങ്ങനെ ശരണ്യെ പറ്റുന്ന വിധത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് അലീന. തൻ്റെ ആത്മവിശ്വാസം പകർന്ന് അവൾക്ക് ധൈര്യം നൽകുന്നുണ്ട്. ഇവരെല്ലാവരും ഈ ഒരു കേസിൻ്റെ പുറകെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അവരുടെ പാട്ടിന് പോവും. പക്ഷേ നിന്റെ മനസാക്ഷി എന്ന ഒരതില്ലേ, തെറ്റ് ചെയ്യാത്ത ഒരാളെ നീ അയാളുടെ ഭാവി നശിപ്പിച്ച് ജയിലടക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ മരിച്ചു പോകുന്നതല്ലേ. അത് നിന്റെ ജീവിതത്തിൽ എന്നും ഒരു വേദനയായിട്ടുണ്ടാവില്ലേ? എന്തിനാ തെറ്റ് ചെയ്യാത്തവരുടെ നീ കേസ് കൊടുക്കാന്ന്? അങ്ങനെ ശരണ്യ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. തന്നെ ഉപദ്രവിക്കാതെ രോഹിത്തിന് നേരെ ഒരിക്കലും താൻ കള്ളപ്പരാതി നൽകില്ലെന്നും ആ ഒരു കോടതിയിൽ വെച്ച് തുറന്ന് പറയാമെന്ന കാര്യം തന്നെയാട്ടോ. അങ്ങനെ കോടതി കൂടുന്ന ദിവസം അലീനയും ബാലചന്ദ്രമേനോനും എല്ലാ വക്കീലുമായിട്ടൊക്കെ തന്നെയാണ് കോടതിയിൽ വളരെ ജിജ്ഞാസയോട് കൂടെയാണ് പോകുന്നത്. എന്ത് സംഭവിക്കും? ഇന്നലെ താൻ പറഞ്ഞതെല്ലാം ശരണ്യ മറന്നു പോയിട്ടുണ്ടാവുമോ? ബാലചന്ദ്രൻ ആകെ ടെൻഷനോടെ ഇരിക്കുന്നത് കാണുമ്പോൾ ആ കയ്യിൽ തൊട്ടുകൊണ്ട് അലീന പറയും, അച്ഛനൊന്ന് സമാധാനമായിട്ടിരിക്ക്, ഒന്നും സംഭവിക്കില്ല, രോഹിത്തിനെ രക്ഷപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. ആ പെൺകുട്ടി അവൾ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെനിക്കറിയില്ല അച്ഛാ. അവൾക്ക് ഇന്നലെ ആത്മവിശ്വാസം പകർന്നുകൊണ്ടാണ് ഞാൻ വന്നത്. എല്ലാ വശവും ഞാൻ അവളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവൾക്ക് മനസ്സാക്ഷി എന്നുണ്ടെങ്കിൽ അവൾ എല്ലാ സത്യവും സത്യസന്ധമായിട്ട് തന്നെ അവിടെ പറയും. തെറ്റ് ചെയ്യാത്ത രോഹിത്തിനെ നമുക്ക് രക്ഷിക്കാനാവും. അങ്ങനെ കോടതിയിൽ കേസ് വാദിക്കുക. ശരണ്യയെ അവിടെ കോടതിയിൽ എത്തിക്കുന്നത് ഈ 4 ചെറുപ്പക്കാർ ചേർന്നാണോ നിന്നെ ഉപദ്രവിച്ചത്? അവളെ ചോദിച്ചതും അവൾ 4 ഭാര്യയെ നോക്കുന്നുണ്ട്. ഈ ഹരിശങ്കറുമായിട്ട് ഞാൻ പ്രണയത്തിലായിരുന്നു. എല്ലാ കഥകളും പറഞ്ഞ് ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്നും കേക്ക് കട്ടിംഗ് ആണെന്നും പറഞ്ഞ് ആ വീട്ടിലേക്ക് കൊണ്ടുവരായിരുന്നു. വയൽ വെച്ച് അയാൾ എനിക്ക് വാട്ടർ കുടിക്കാൻ തന്നിരുന്നു. അത് കൊടുത്തതിന് ശേഷം എനിക്ക് ക്ഷീണവും തലകറക്കവും അനുഭവപ്പെട്ടത്. 3 പേര് എന്നെ മാറി മാറി ഉപദ്രവിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതിലൊരാൾ തെറ്റ് ചെയ്തിട്ടില്ല, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് തന്നെ ശരി. പക്ഷെ അയാൾ എല്ലാം കണ്ട് ഭയന്ന പോലെ വിട്ടു നിൽക്കായിരുന്നു. ആരാണ് അയാളെന്ന് ചോദിക്കുമ്പോൾ ശരണ്യ കൃത്യമായിട്ട് പറയുന്നുണ്ട്,
ഈ നിൽക്കുന്ന ചെറുപ്പക്കാരനാണ്. അവൻ്റെ പേര് നിനക്ക് അറിയില്ലേ? ശരണ്യ ഇല്ല എന്ന് പറയുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ മുമ്പ് നീ കണ്ടിട്ടില്ല? ഇല്ല, എനിക്ക് അവരെ ഒന്നും പരിചയമില്ല. അവർ ഹരിശങ്കറിനെ മാത്രമേ എനിക്ക് നേരത്തെ അറിയാവൂ എന്ന് പറയാണ്. അങ്ങനെ രോഹിത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് കോടതിയിൽ പറയുന്നുണ്ട്. ഇതിങ്ങനെ പറയാൻ മാത്രം നിനക്ക് എങ്ങനെ ധൈര്യം കിട്ടി? നീ അബോധാവസ്ഥയിലായിരുന്നില്ലേ എന്ന് മാറി മാറി ശരണ്യയോട് ചോദിക്കുമ്പോൾ അലീന തന്നെ മുന്നിൽ നിർത്തി ഇത് എന്ത് ചോദ്യമാണെന്ന് ചോദിച്ച് അലീന തന്നെ എല്ലാം ഞാൻ അവിടെ വ്യക്തമാക്കി പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്തിന് ജാമ്യം ലഭിക്കാട്ടോ. രോഹിത് ആണെങ്കിലോ അച്ഛനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. മോനെ, നീ എന്നോടല്ല നന്ദി പറയേണ്ടത്, നിന്റെ ചേച്ചിയോടാണ്. അവളാ നിനക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തത്. ശരണ്യയെ കണ്ടതും അവളെ കൊണ്ട് സത്യം ബോധ്യപ്പെടുകയും അവളെക്കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെല്ലാം അലീനയാണ്. ഒടുവിൽ അലീനയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് രോഹിത് മാപ്പ് പറയാട്ടോ. അലീനയുടെ മാത്രം അവൻ മനസ്സിലാക്കിയിരുന്നു. വീട്ടിലേക്ക് വരാൻ എല്ലാവരെയും മുഖം കൊടുക്കാൻ രോഹിത്തിനാണെങ്കിലോ മനസ്സ് വരുന്നില്ല. രേവതിക്കുട്ടിയെ അലീന വിളിക്കുന്നുണ്ട്. അതിനുശേഷം രേവതിക്കുട്ടി ഒക്കെ അറിയാണ് അങ്ങനെ രോഹിത് ജാമ്യത്തിൽ ഇറങ്ങിയെന്ന്. കുറച്ച് ദിവസം രോഹിത്തിനെ ഇവിടുന്ന് മാറ്റി താമസിക്കണം, അതായിരിക്കും നല്ലത്. അവൻ്റെ മനസ്സിന് നല്ല ധൈര്യം കൊടുക്കണം. അവനാകെ തകർന്നു പോയിരിക്കുന്നു. രോഹിത്തിനെ എനിക്ക് വിട്ടുതാ ചേച്ചി, ഞാൻ നോക്കിക്കോളാമെന്ന് രേവതിക്കുട്ടി പറയാം. മാമച്ചിൻ്റെയും ഗ്രേസാമ്മയുടെയും വീട്ടിലേക്ക് രോഹിത്തിനെ കൂട്ടിക്കൊണ്ടു പോവാണ് കേട്ടോ. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ്. ഈ ഒരു സ്റ്റോറിയൊക്കെ ബൈത്തൂര് മുംബൈയുടെ ഒറിജിനൽ നോവലിൽ നിന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.